പ്ലെയിൻ ടോക്ക് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഷാജി കരുണാകരൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഏതാണ്ട് ഒരു മാസം മുമ്പ്, അതായത് ഡിസംബർ 2025 ഒരു വിചിത്രമായ ന്യൂസ് എല്ലാ മീഡിയയിലും ആഘോഷിക്കുകയുണ്ടായി. അതായത് എയർ ഇന്ത്യയുടെ ഒരു ബോയിങ് 737 വിമാനം കളഞ്ഞു കിട്ടിയെന്നും വർഷങ്ങളായിട്ട് കാണാതെ പോയ വിമാനമായിരുന്നു എന്നുമായിരുന്നു അതിലെ ന്യൂസ്. എന്നാൽ അതിൻ്റെ വാസ്തവം എന്താണ്? നമുക്കതൊന്ന് പരിശോധിക്കാം. 1970കളിൽ ആദ്യമാണ് എയർ ഇന്ത്യ, അതായത് അന്നത്തെ ഇന്ത്യൻ എയർലൈൻസ്, ബോയിങ് 737-200 എന്ന സീരീസിലെ പുതിയ വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയത്. 1982 ആയപ്പോഴത്തേക്കും ഏതാണ്ട് 31ഓളം വിമാനങ്ങൾ ഇന്ത്യൻ എയർലൈൻസ് ഇൻഡക്റ്റ് ചെയ്യുകയും വർഷങ്ങളോളം അത് ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഒരു വർക്ക് ഹോഴ്സായിട്ട് നിലനിൽക്കുകയും ചെയ്തു. എന്നാൽ സാധാരണ ഒരു 15-20 വർഷം പഴക്കമാകുമ്പോഴത്തേക്കും വിമാനങ്ങൾ പാസഞ്ചർ സെഗ്മെൻറ്റിൽ നിന്നും പലപ്പോഴും കാർഗോ ഓപ്പറേഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ 2002 ഒക്കെ ആയ സമയത്ത് ഇന്ത്യൻ എയർലൈൻസിൽ ഒരു തീരുമാനമുണ്ടായി. ഈ 737 സർവീസിൽ നിന്നും വിഡ്രോ ചെയ്യുകയും അതിൽ ലാസ്റ്റ് വന്ന 5 വിമാനങ്ങൾ ഫ്രൈറ്ററായിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത്. അത് ആ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് ഏതാണ്ട് 2007 ആയപ്പോഴത്തേക്കും ആണ് ശരിക്കും ഇത് നിലവിൽ വന്നത്. അതിൽ ആദ്യത്തെ 5 ലാസ്റ്റ് വന്ന 5 വിമാനങ്ങളിൽ ആദ്യത്തെ വിമാനം VTEHH, അത് കൊമേഴ്ഷ്യൽ ജെറ്റ് ആവിയേഷനിൽ മിയാമിയിലേക്ക് കൊണ്ടുപോകും. AEI എന്ന് പറയുന്ന കമ്പനിയുടെ സപ്ലിമെൻ്ററി ടൈപ്പ് സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് പാസഞ്ചർ വിമാനത്തിൽ നിന്നും ഫ്രൈറ്റർ വിമാനം, അതായത് കാർഗോ വിമാനമായിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്തു. ഈ വിമാനമാണ് നമ്മളുടെ ഇന്നത്തെ വിഷയത്തിലെ പ്രധാന കഥാപാത്രം എന്ന് തന്നെ പറയാം. എന്താണ് സത്യത്തിൽ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 2007 എയർ ഇന്ത്യ പോസ്റ്റും ഗതിയുമായിട്ട് ഒരു കരാറിലേർപ്പെട്ടു. അതായത് ആ കരാറിൻ്റെ പ്രത്യേകത ACMI എന്നാണ് അറിയപ്പെടുന്നത്. അതായത് എയർക്രാഫ്റ്റ് ക്രൂ മെയിൻ്റനൻസ് ആൻഡ് ഇൻഷുറൻസ്. ഈ 4 കാര്യങ്ങൾ ഓണർ സപ്ലൈ ചെയ്യുകയും ബാക്കി എയർക്രാഫ്റ്റിൻ്റെ ഫ്യൂവൽ അങ്ങനെയുള്ള എല്ലാ ചിലവുകളും അത് വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ആൾക്കാരുടെ ഉത്തരവാദിത്വവും അതുപോലെ തന്നെ അതിൽ കാർഗോ നിറയ്ക്കുക എന്നുള്ള ഉത്തരവാദിത്വവും വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്തത്തിൽപ്പെടുന്നതാണ്. അതായത് ഗതി ഇന്ത്യ പോസ്റ്റ് ഈ വിമാനത്തിൽ കാർഗോ കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്യുകയും എയർ ഇന്ത്യ ആ വിമാനം ഗതിയുടെയും ഇന്ത്യ പോസ്റ്റിൻ്റെയും ആവശ്യമനുസരിച്ച് ഓപ്പറേറ്റ് ചെയ്യുകയും എന്നതായിരുന്നു ഉദ്ദേശം. എന്നാൽ എഗ്രിമെൻ്റ് അനുസരിച്ച് ദിവസം ആവറേജ് 16.5 മണിക്കൂർ പറക്കുകയും ഈ 5 വിമാനങ്ങളും കൂടി 16.5 മണിക്കൂർ പറക്കുകയും ഒരു മാസം 25 ദിവസം ഓപ്പറേറ്റ് ചെയ്യുകയും ഒരു മാസത്തോളം ഉദ്ദേശം 450ഓളം മണിക്കൂർ പറക്കുക എന്നുള്ളതുമായിരുന്നു എഗ്രിമെൻറ്റിലുണ്ടായിരുന്നത്. ഈ വെറ്റ് ലീസിൻ്റെ എഗ്രിമെൻ്റ് പ്രകാരം എയർ ഇന്ത്യ ഗതി ഇന്ത്യ പോസ്റ്റിൽ നിന്നും 55 കോടിയുടെ ഒരു ബാങ്ക് ഗ്യാരണ്ടി വാങ്ങിക്കുകയും എന്നാൽ പിൽക്കാലത്ത് ആ ബാങ്ക് ഗ്യാരണ്ടി എൻകാഷ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതും ഒരു വാസ്തവമാണ്. നിർഭാഗ്യവശാൽ ഈ എഗ്രിമെൻ്റ് നടപ്പിലാവുന്നതിന് മുമ്പ് തന്നെ എയർ ഇന്ത്യ 5 വിമാനങ്ങളിൽ നിന്നും 4 വിമാനങ്ങളുടെ സപ്ലൈ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. ഇത് ഇന്ത്യ പോസ്റ്റിനും ഗതിക്കും ഒരു ആദ്യത്തെ ആഘാതമായിരുന്നു. എന്നാൽ മുമ്പോട്ട് പോയപ്പോൾ ശരിക്കും ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയത്ത് സംഭവിച്ചെന്നാൽ 15 ടൺ പേലോഡ് ഒരു വിമാനത്തിൽ കയറും ഓരോ സെക്ടറിലും കൊണ്ടുപോകാം എന്നുള്ള ആ ഇതിൽ നിന്നും ശരിക്കും കാൽക്കുലേറ്റഡ് വെയിറ്റ് എടുത്തപ്പോൾ 12.8 ടൺസ്, അതായത് 12.8 ടൺ മാത്രമാണ് കാർഗോ കൊണ്ടുപോകാൻ സാധിച്ചിരുന്നത്. മാക്സിമമായിട്ട് 12.8 ടണ്ണ്. എന്തുകൊണ്ടാണ് ഈ ഡിഫറൻസ് വന്നതെന്ന് നമുക്ക് നോക്കാം. പാസഞ്ചർ വിമാനങ്ങളുടെയും കാർഗോ വിമാനങ്ങളുടെയും എയർപോർട്ടിലെ ലാൻഡിംഗ് പാർക്കിംഗ് ചാർജസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ആ വിമാനത്തിൻ്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള സർട്ടിഫൈഡ് വെയിറ്റ്, അതായത് മാക്സ് ടേക്ക് ഓഫ് വെയിറ്റിനനുസരിച്ചാണ്.
എന്നാൽ സാധാരണഗതിയിൽ പാസഞ്ചർ വിമാനങ്ങൾ മാക്സ് ടേക്ക് ഓഫ് വെയിറ്റ് വരെ ഭാരം എത്താറില്ല. അതുകൊണ്ട് തന്നെ പല പാസഞ്ചർ കമ്പനികളും സാധാരണ ഈ മാക്സ് ടേക്ക് ഓഫ് വെയിറ്റ് അവർക്ക് ആവശ്യമുള്ള ഒരു വെയിറ്റിലേക്ക് താഴ്ത്തുകയും, അതായത് ഈ കേസിൽ 58 ടണ്ണിൽ നിന്നും 52.8 ടണ്ണിലേക്ക് കുറയ്ക്കുക ഉണ്ടായിട്ടുണ്ട്. അത് 15-20 വർഷത്തോളം ലാൻഡിംഗ് പാർക്കിംഗ് ചാർജിൽ അതിന് ഇളവ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ഡോക്യുമെൻ്റ് വർക്ക് മാത്രമാണ് അതായത് വിമാന നിർമ്മാതാക്കൾ സർട്ടിഫൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സാധാരണഗതിയിൽ ഇത് പാസഞ്ചറിൽ നിന്നും ഫ്രൈറ്ററായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ കുറച്ച വെയിറ്റ് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളൊരു ഇതുണ്ട്. അത് തിരിച്ചും മാനുഫാക്ചറിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരതിൻ്റെ ഒറിജിനൽ വെയിറ്റിലേക്ക് തിരികെ MTOW കൊടുക്കുകയും ചെയ്യും. എയർ ഇന്ത്യയിലെ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്തവർ ഇത് ശരിക്കും മറന്നുപോയി, അല്ലെങ്കിൽ അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു, അവർ വെയിറ്റ് അപ്ഗ്രേഡ് ചെയ്തില്ല. എന്നാൽ മറ്റുള്ള എയർലൈൻസിൻ്റെ ഓപ്പറേഷൻ നോക്കി അതനുസരിച്ച് 15 ടണ്ണ് എന്നുള്ള ഒരു എഗ്രിമെൻ്റാണ് അവർ സൈൻ ചെയ്തത്. സത്യത്തിൽ എയർക്രാഫ്റ്റ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലോഡ് ആൻഡ് ട്രിം എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയപ്പോൾ മാക്സിമം എയർക്രാഫ്റ്റിൽ കയറ്റാവുന്ന 12.8 ടണ്ണായി കുറയുകയും ഗതിക്കും ഇന്ത്യ പോസ്റ്റിനും ഈ വിമാനത്തിൻ്റെ ഉപയോഗം ശരിക്കും ഗുണത്തെക്കായാലും കൂടുതൽ ദോഷമാണ് ഉണ്ടായത്. കാരണം പെർ കിലോ വെയിറ്റ് എന്ന് പറയുന്ന ഒരു ചാർജ് അവർക്ക് വളരെ കൂടുകയും കൊമേഴ്ഷ്യൽ അപ്ലിഫ്റ്റിനേക്കാളും വളരെ കൂടുകയും ചെയ്തു. അതുകൊണ്ട് ഈ ഓപ്പറേഷൻസ് ഇന്ത്യ പോസ്റ്റ് ഗതിക്ക് പ്രാക്ടിക്കലായിട്ട് നടപ്പാക്കാൻ സാധിക്കാതെ വന്നു. അങ്ങനെ ഈ 5 വിമാനങ്ങളും 4 വിമാനങ്ങളും സർവീസിൽ നിന്ന് വിഡ്രോ ചെയ്യുകയും അവസാനമായിട്ട് അത് എവിടെയൊക്കെയോ ഓപ്പറേറ്റ് ചെയ്തു അതായത് എയർപോർട്ടുകളിൽ പാർക്ക് ചെയ്യുകയും ചെയ്തു. VTEHH എന്ന് പറയുന്ന കഥാപാത്രം ശരിക്കും കൽക്കട്ട എയർപോർട്ടിൽ ഒരു ഓൾഡ് എയർപോർട്ട് ഹാങ്ങറിൻ്റെ ഫ്രണ്ടിൽ അന്ന് മുതൽ, അതായത് ഏതാണ്ട് 2012 മുതൽ 2012 മുതൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അന്ന് എയർ ഇന്ത്യ ഒരു ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ്മെൻറ്റിലായിരുന്നു, എല്ലാവർക്കും അറിയാം. എയർപോർട്ട് അതോറിറ്റിയുടെ എയർപോർട്ടാണ്. എയർപോർട്ട് അതോറിറ്റി എല്ലാ വർഷവും അവർ സർവേ ചെയ്ത് കഴിഞ്ഞിട്ട് എയർ ഇന്ത്യക്ക് ഒരു ലെറ്റർ കൊടുക്കും. സാധാരണഗതിയിൽ ഒരു വിമാനം അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പാർക്കിംഗ് ചാർജസ് തന്നിട്ടില്ല, അതിനടയ്ക്കണം എന്ന് പറഞ്ഞ് അത് അങ്ങനെ കിടന്ന് 2025 വരെ ആ വിമാനം അവിടെ പാർക്ക് ചെയ്ത് ഇരിക്കുകയായിരുന്നു. ആരും ഉപയോഗമില്ല. വിമാനത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്ട് 0 മാറുകയും ചെയ്തു. എന്നാൽ 2023 എയർ ഇന്ത്യ പ്രൈവറ്റ് സെക്ടറിലേക്ക് മാറുകയും ടാറ്റ എയർലൈൻസിൻ്റെ ആകുകയും ചെയ്തപ്പോൾ എയർപോർട്ട് അതോറിറ്റിയുടെ ഈ ലെറ്റർ എയർ ഇന്ത്യക്ക് കിട്ടുകയും 2025 ആ വിമാനം കൽക്കട്ട എയർപോർട്ടിൽ നിന്ന് മാറ്റാനുള്ള സജ്ജീകരണങ്ങൾ എയർ ഇന്ത്യ ആരംഭിക്കുകയും ചെയ്തു. അതിൻ്റെ പ്രാരംഭികമായിട്ട് ഇവിടെ സെക്യൂരിറ്റി ഏജൻസികൾക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്, അതായത് ആൻറ്റി ഹൈജാക്ക് ട്രെയിനിങ്ങിന് വേണ്ടി കൊടുക്കാൻ ഉള്ള എഗ്രിമെൻ്റ് ഉണ്ടാവുകയും ആ വിമാനത്തെ കൽക്കട്ടയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ് നടക്കുകയും ചെയ്തു. നിർഭാഗ്യവശാൽ ആ വിമാനം ഡിസ്മാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം, അതായത് അഴിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം 2025 ഡിസംബർ വരെ അത് നടന്നില്ല. അപ്പോഴാണ് ഇത് മീഡിയയുടെ അറ്റൻഷനിൽ പെടുകയും അതൊരു വലിയ ന്യൂസായിട്ട് പ്രത്യേകിച്ചും മലയാളത്തിൽ ചാനലുകളെല്ലാം ആഘോഷിച്ചത്. എന്നാൽ 2025 ഡിസംബറിൽ തന്നെ ഈ വിമാനം ഡിസ്മാൻഡിൽ ചെയ്യുകയും അത് ബാംഗ്ലൂർ കെമ്പഗൌഡ എയർപോർട്ടിലേക്ക് മാറ്റുകയും ഇപ്പോൾ ബാംഗ്ലൂർ കെമ്പഗൌഡ എയർപോർട്ടിൽ സെക്യൂരിറ്റി ഏജൻസികളുടെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്, ആൻറ്റി ഹൈജാക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയുമാണ് ചെയ്തത്. ഇതാണ് ഈ കളഞ്ഞു കിട്ടിയ വിമാനത്തിൻ്റെ പിന്നാമ്പുറം കഥകൾ. താങ്ക് യു. കഴിഞ്ഞ നവംബറിൽ DGCA ഒരു ഡേഞ്ചറസ് ഗുഡ്സ് സർക്കുലർ 1/2025 ഇറക്കുകയും അതിൽ പാസഞ്ചേഴ്സിന് പവർ ബാങ്കിൻ്റെ ഉപയോഗം ഫ്ലൈറ്റിൽ റെസ്ട്രിക്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ വാസ്തവം?